ഈ വണ്ടി വിജനമാണെന്നേ, ഈ വഴി വിജനമാണ്. നേന്ത്രപ്പഴം കൂട്ടിയിട്ട് സ്മോൾ അടിക്കുന്ന ആളുകളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. പിന്നെ തൃശ്ശൂകാരും കൊടൈക്കനാലുള്ള തമിഴന്മാരും തമ്മിലുള്ള പന്ത് കളിയായിരുന്നു. അല്ല, ഇത്രയ്ക്ക് തണുപ്പിന് ഊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്താ അവിടെ ശ്വാസം മുട്ടൊക്കെ വന്നേ? ഇതിന് അമ്പലട്ടാ, കുറിഞ്ഞാണ്ടവർ കോവി. 2 സബ്സ്ക്ரைபர்ஸ் കിട്ടി. இங்கே பார்க்கு எங்கே ஏன்னா அங்கே பீஸ்ஃபுல்லாக இருக்கும். கேரளா போனால் குருவாயூர், திருச்சூர், பாலக்காடு நல்லா பீஸ்ஃபுல், நல்ல பீஸ்ஃபுல்லாக நாள். നമ്മൾ വണ്ടി പിന്നിരിക്കുക പറഞ്ഞറിയില്ല. ആ വണ്ടി പോട്ടെ. നമ്മൾ കൊടൈക്കനാലിലത്തെ ആദ്യത്തെ ദിവസം വൈകുന്നേരം 6 മണിയാകുമ്പോൾ 10 മിനിറ്റ്. അപ്പോൾ ഗേറ്റ് അടച്ചിടണം. ഇതിൻ്റെ ബൈസല്ലേ, മറ്റേ കാട്ടുപോത്തുന്നല്ലേ, കാട്ടുപോത്തുന്നല്ലേ പറയും ഇവിടുത്തെ ബൈസ. നമ്മൾ കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ ആ സാധനം വരുന്നത് ഇതിലേക്ക്. അപ്പോൾ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അത് ഇതിൽ കൂടെ ഒക്കെ നടക്കും പറയണു. അപ്പോൾ പട്ടികളൊന്നും പ്രശ്നം, പട്ടികളെ എനിക്ക് പേടിയില്ല. എനിക്ക് പശു അല്ല, പോത്ത് കുഴപ്പമില്ല. പശുവാണ് എന്നെ കണ്ട വൈലന്റ് ആവുക. പശു എന്നെ കണ്ട ഉടനെ വൈലന്റ് ആവും, ശാന്തത കുത്താൻ വരും. ആനയ്ക്കൊന്നും കുഴപ്പമില്ല, ആനകളൊക്കെ അതിൽ കൂടെ പോകും. അതെ. അപ്പോൾ നമ്മുടെ പ്രിയ പറഞ്ഞത് കാലാവസ്ഥ. ഇവിടെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ വശം നല്ല രസമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോണത്. ഈ വണ്ടി വിജനമാണെന്നേ, ഈ വഴി വിജനമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പോവും. അതിന് പറയാൻ ഉദ്ദേശിച്ചത് തെറ്റിപ്പോയി, ആകെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് ഇല്ലാത്ത നല്ലതാണ് കേട്ടോ. അപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടാവും? കയ്യോ കോച്ചി വിരിക്കുക. പക്ഷേ മൂന്നാമത്തെ പോലെ സാധനം ഇട്ടിട്ട് വരായിരുന്നു. ഇത് അയ്യോ അല്ല, മറ്റേത് നമ്മൾ മൂന്നാറിലെ ഫസ്റ്റ് ദിവസം പോയപ്പോ നമ്മൾ കോട ഓടി നടന്നു. അങ്ങനത്തെ ഒരു ഏരിയ അല്ല ഇത്. ഇവിടെ കുറെ വീടുകൾ, കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ അത് നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ വെറുതെ നമുക്ക് ഇനി ഇരിക്കാം. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ കുറെ അങ്ങനെ ഹോം സ്റ്റേകളൊക്കെ നിറയുള്ള ഒരു ഏരിയ ആണ്. തോട്ടങ്ങളൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ് എല്ലായിടത്തേക്കും. ഞാൻ ആദ്യമായിട്ട് മൂന്നാറിലല്ല കൊടൈക്കനാലിൽ വന്നിട്ടുള്ളത്. കഥയാണോ പറയാൻ പോണേ? കഥയല്ല, സംഭവം പറഞ്ഞു. വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 92 അപ്പൊ എത്ര കൊല്ലം അതിൻ്റെ 92 പറയുമ്പോ 25 33 കൊല്ലം മുമ്പാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സജീവനും അനിയൻ, പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഡേവി, പിന്നെ വേറൊരു കൂട്ടുകാരുണ്ട്. അവൻ മരിച്ചുപോയി, വാഹനാപകടത്തിൽ മരിച്ചുപോയി. അങ്ങനെ അത് നീയൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോകുന്നത് കൊടൈക്കനാലിൽ. അധികം കാശൊന്നുമില്ല കയ്യിൽ. ബസ്സിനാണ് വന്നത്. ബസ്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പഴനിയിലേക്കല്ല, പഴനി വേണ്ടി കിട്ടിയില്ല, പാലക്കാട് വന്നു. ട്രാൻസ്പോർട്ട് ബസ്സിൽ പാലക്കാട് വന്നു. അവിടുന്ന് ബസ് കയറി പഴനിക്ക് കയറി. പഴനിയിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി, പഴനിയിൽ നിന്ന് തന്നെ കൊടൈക്കനാലിലേക്ക് സാധാരണ ബസ്സുണ്ട്, അത് കയറി കൊടൈക്കനാൽ വന്നു. അങ്ങനെ ഞങ്ങൾ നല്ല മനോഹരമായ ഒരു കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിന് മാത്രം കാശുണ്ട്, താമസിക്കാനുള്ള കാശുണ്ട്, പിന്നെ ബസ് ഒരിക്കലുള്ള കാശും കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ അത് ആദ്യമായിട്ട് കൊടൈക്കനാൽ കണ്ട് കുറേ നടന്ന്. എന്തുട്ടാ എനിക്ക് അന്ന് എന്തൊരു ഞങ്ങൾ നടന്ന് ബോട്ടിലൊക്കെ കയറി. കൊടൈക്കനാലന്ന് തീരെ തിരക്കില്ല, ആളുകളൊന്നുമില്ല. മറ്റേ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുന്നുള്ള ഇപ്പോഴത്തെ പോലെ വന്നു തുടങ്ങിയിട്ടില്ല. ഉണ്ട് ടൂറിസ്റ്റ്, പക്ഷെ അന്ന് ഇന്നത്തെ അത്രയ്ക്ക് തിരക്കില്ല. ശരിയാ. പക്ഷെ അന്ന് ഞാൻ തിരിച്ചു പോണത് ഈ ബസ് തന്നെയാണ്. എത്ര ദിവസം താമസിച്ചു? ഒറ്റ ദിവസം. എന്നിട്ടേ ഞങ്ങള് പൊള്ളാച്ചിയിൽ, ഈ കൊടൈക്കനാലിൽ ബസ് കയറി പൊള്ളാച്ചിയിലെത്തിയപ്പോൾ രാത്രി, അമ്പലമൊന്നുമല്ല, 1 കിലോമീറ്റർ പോകണം. പൊള്ളാച്ചിയിലെത്തിയപ്പോൾ രാത്രി 12 മണി 12:30. പക്ഷെ പിന്നെയാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പൊള്ളാച്ചിന്ന് ഒരു ബസ് പോലും കിട്ടിയില്ല. നമുക്ക് തൃശ്ശൂരെത്തണ്ടേ, എന്തിട്ട് ചെയ്യാന്ന്. ഞങ്ങൾ അത്ര പ്രായമില്ല, ഞങ്ങൾക്ക്
33 കൊല്ലം മുന്നേ പറയുമ്പോ എത്ര വയസ്സുണ്ട് അച്ഛന്? അത്രയ്ക്ക് പ്രായമില്ലേ, 25 വയസ്സൊക്കെ ഇല്ലേ? 22 വയസ്സൊക്കെ ഉള്ളോ. 22 വയസ്സ്. എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഈ പൊള്ളാച്ചിനെ പോലൊരു വൃത്തികെട്ട സ്ഥലം. അതായത് ഇനി വീണ്ടും മറ്റേ കഥയാണോ പറയാൻ പോണ? ആളുകള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറയപ്പോ അല്ല, ഇനിയിപ്പോ പൊള്ളാച്ചിനെ പോലെ വൃത്തിയായിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും പൊള്ളാച്ചിയിലുള്ളവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയും, നിങ്ങൾ വരും പൊള്ളാച്ചിയിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേ ഉണ്ട്, അവിടെ താമസിക്കുന്നു പറയൂ. ഏയ് അങ്ങനെയില്ല. അപ്പൊ പൊള്ളാച്ചിനെ പോലെ രാത്രിയില് അത് ഇട്ടിട്ടില്ല ചേട്ടാ. അത് ഇട്ടിട്ടില്ല. രാത്രിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വൃത്തികെട്ട സ്ഥലം ചാതി. അപ്പൊ നിങ്ങൾ കാശെന്ന് പറഞ്ഞാൽ ടാക്സി വിളിച്ച് വരാനുള്ള കാശൊന്നുമില്ല ബസ്സിൽ. അതല്ല, ഒരു ലോഡ്ജെങ്കിലും അതിനുള്ള പാങ്ങൊന്നുമില്ല. ഇതിന് മാത്രം താമസമുണ്ട്. അങ്ങനെയാണ് പൊള്ളാച്ചി അവിടെ രാത്രി ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു ബസ് വന്നു, ഒരു KSRTC ബസ് വന്നു, തൃശ്ശൂർക്കുള്ളത്, തൃശ്ശൂർ ഗുരുവായൂർക്ക്. ഓ ഭാഗ്യം. അതിൽ കയറി. അപ്പം എൻ്റെ ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കിട്ടിയത് ഭാഗ്യമാണ്. ഞങ്ങൾ നിൽക്കാണ്, അതിൽ ഇരിക്കുന്നുണ്ട്. പഴനിന്ന് വരുന്ന വണ്ടിയാണിത്. തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം അതിൽ ഒരു അമ്മ, ഒരു വയസ്സായിട്ടുള്ള ഒരു 65 വയസ്സുള്ള ഒരു അമ്മാമ്മ, ആള് ഒരു സീറ്റിലിരിക്കുന്നുണ്ട്. ഒരു കിടാവിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ടുണ്ട്. പഴനിയിൽ പോയിട്ട് തല മുട്ടടിച്ചിട്ടാണ് വരുന്നത്. കിടാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പുണ്ട്. ആ സീറ്റിന്റെ തിക്കായിട്ടാണ് സീറ്റ് ഇരിക്കുന്നത്. ഈ തെറ്റത്താണ് ആളിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു അമ്മമാരെ സഹനശക്തി ആലോചിക്കുന്നേ. വെറുതെ കുട്ടി നല്ല കാനുണ്ട്, കഴുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടി ഇങ്ങനെ കഴുത്ത് തണ്ടായ്മ കിടന്നുറങ്ങാത്. തൃശ്ശൂര് വരെ മരവിച്ചുണ്ടാവും. അത് ഇരിക്കാൻ ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പോലും പറ്റില്ലേ അല്ലേ? പക്ഷേ ആ ട്രാവലി ശരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ട്. എത്ര വയസ്സായിണ്ടാവില്ലേ? 35 വയസ്സായിണ്ടാവും. അപ്പൊ എനിക്ക് കൊടൈക്കനാൽ എന്ന് പറയുമ്പോ ഓർമ്മ വരുന്നത് ആ അമ്മാമ്മയും ഒതുക്കി വണ്ടി. വണ്ടി പോട്ടെ. അല്ല, അപ്പൊ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്, ശരിക്കും ഓർമ്മ വരുന്നത് ആ അമ്മാമ്മ ക്രാവിന് എടുത്തിട്ടുള്ള ഇതാണ്. പിന്നെ കൊടൈക്കനാലിലേക്കൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ഗുണ കേവ് കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടായപ്പോ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊടൈക്കനാലിലേക്ക്, നമ്മുടെ ഡ്രൈവറായിട്ട് കുറേ വട്ടം എന്ന് പറഞ്ഞാൽ 3 വട്ടാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങള് അവിടെയുള്ള കുറേ പിള്ളേരുകൾ കൂടിയിട്ട്, നാട്ടിലത്തെ കുറേ പിള്ളേരുകൾ കൂടിയിട്ട് കൊടൈക്കനാലത്തെ ഒരു തമാശ 1996 ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ടൂറായിട്ട് പോകുന്നുണ്ട്. കുറേ പേര് സ്വർണ്ണപ്പണിക്കാർ മാത്രമല്ല, നമ്മുടെ തോട്ടിങ്ങനെ മണിച്ചിര വഴി പോയിട്ട് ബാബു, മുരളി, മറ്റേ ഇവരൊക്കെ ആയിട്ടുള്ള എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ ഞങ്ങളെ ടൂർ വന്നത് കൊടൈക്കനാൽ വെറുതെ കറങ്ങി അടിച്ച് കിടക്കാനാണ്. കൊടൈക്കനാലിൽ വന്നിട്ട് അവരെന്തിനാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പിള്ളേർ എല്ലാവരും ചെറുപ്പക്കാരനെ, അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമടിക്കാനാണ്. വെള്ളമടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പി മാത്രമല്ലോ, അതിലേക്ക് മാമ്പൊടിക്കിട്ട് മറ്റേ ടച്ചിങ്സ് ഉള്ള സാധനം ഒന്നുമില്ല. എന്തിനാണ് ടച്ചിങ്സ് സാധനം? പഴം, നേന്ത്രപ്പഴം, ഈ വക അച്ചാറിങ്ങിച്ചാറൊന്നുമില്ല. നേന്ത്രപ്പഴം കൂട്ടിയിട്ട് സ്മോൾ അടിക്കുന്ന ആളുകളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അവിടെ ഈ കൊടൈക്കനാൽ വന്നതാണ്. ഇവരൊക്കെ പിന്നെ ഞങ്ങൾ കൊടൈക്കനാൽ കയറ്റം കയറി വന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ കൊടൈക്കനാലില് ഒരു സരിത നടക്കും കാണാൻ, അവിടെ നിന്ന് കാണാം. ഞങ്ങൾ കൊടൈക്കനാലില് അവിടെ ഇങ്ങനെ പാർക്ക് പോലുള്ള സ്ഥലമുണ്ട്, പുൽമൈതാനം. എവിടെ നിന്ന് ഒരു ഫുട്ബോൾ കിട്ടി. പിന്നെ തൃശ്ശൂകാരും കൊടൈക്കനാലുള്ള തമിഴന്മാരും തമ്മിലുള്ള പന്ത് കളിയായിരുന്നു. ചൂട്ട പന്ത് കളി, അതിൻ്റെ ഇടയിൽ മഴച്ചാറുള്ളൂ. ഇത്രയും രസകരമായിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരു നിമിഷങ്ങളില്ലേ, അപൂർവ. അത് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ അത്രയും 3-4 ഗോൾ അടിച്ചവർക്ക് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ 2-3 ഓർമ്മകൾ ഉണ്ടായിരുന്നു. നമ്മൾ നടന്ന് എനിക്കിപ്പോൾ ആ അമ്മേനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മാമേനെ ഓർമ്മ വരാം. അത് തികട്ടി വരാം. വേണ്ട, ഇങ്ങനെ ഇറക്കം പോയിട്ട് ഇങ്ങനെ കയറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ കോവിൽ അടുത്തുണ്ടെന്ന്. ഞങ്ങൾക്ക് അറിയില്ലടാ, ഞാൻ
നമ്മൾ ആദ്യമായിട്ടുള്ള ഈ വഴിക്ക് വരുന്നത്. ഭയങ്കര തണവാ, കയ്യൊക്കെ കണ്ടില്ലേ കോച്ചി പിടിച്ചു തുടങ്ങി. ഈ തണവ് ആസ്വദിക്കാനാണ് നമ്മുടെ ചൂടുള്ളവർ ഇങ്ങോട്ട് വരുന്നത്. ചൂടുള്ളവരെന്ന് പറഞ്ഞാൽ ചൂട് സഹിച്ച് നമ്മുടെ തൃശ്ശൂരുകാരും കേരള മലയാളികളും ഇങ്ങോട്ട് വരുന്നത് ഈ തണവ് ആസ്വദിക്കാൻ. സബ് ജില്ല അതൊക്കെ നാരങ്ങ നിൽക്കുന്നത്, നിറയെ മരങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. 10 ലക്ഷം ഒന്നുമില്ല. കൊടൈക്കനാലത്തെ കൊടൈക്കനാൽ വേണമെങ്കിൽ 10, 25,000, 30,000, 40,000. ഇവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടും ചിലത് വീടുകളാണ്. ആളുകൾ സ്ഥലം വാങ്ങിച്ച് വീട് പണിതിട്ടുണ്ട്. കുറേ മലയാളികളും സെലിബ്രിറ്റീസും ഒക്കെ വേനൽക്കാല വസതികളായിട്ടേ. ഇത് ഭയങ്കര കാലാവസ്ഥ കൊണ്ടായാലും ഇവിടുത്തെ ആളുകൾ, ബാക്കി സ്ഥലത്തെ ആളുകൾ മോശക്കാരാന്നല്ല, എല്ലാം ഭയങ്കര നല്ലതാണ് ഇവിടെ താമസിക്കാനായിട്ട്. എല്ലാം കൊണ്ടും ഭയങ്കര സുഖാത്ര ഇവിടെ. പ്രിയേച്ചി പറഞ്ഞതാ. അവര് 25 കൊല്ലായില്ലോ. അവർക്ക് ഇവിടുത്തെ എല്ലാ അനുഭവങ്ങളും അറിയാലോ. ഇത്രയും കൊല്ലങ്ങളായ കാരണം അവര് ഇവിടുമായിട്ട് ഇഴകി ചേർന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അവർ പറയുന്നത് നമുക്ക് 100% വിശ്വസിക്കാം. ഇവിടെ എത്രയ്ക്ക് ഉണ്ടാവൂലേ സ്ഥലത്തിന് വില? ഭയങ്കര വിലയാവൂലേ ചേട്ടാ? എന്തിനാ സ്ഥലം വാങ്ങിക്കേ? ചേട്ടാ മോഹൻലാലിന്റെ വീട് എവിടെയാന്ന് ജഗ്ഗു ചോദിക്കണമെന്ന് കാണിച്ചു കൊടുത്തേ. അതാ അവിടെ അല്ലേ നല്ലൊരു കയറ്റാട്ടത്. ബസ്സിൽ പോയി അല്ലാന്ന് വെച്ചാ നീ വലിപ്പാവണേ ഉള്ളൂ. നിറയെ സബർ ജില്ല ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്. വേലി എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഇത്രയ്ക്ക് തണുപ്പിന് ഊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്താ അവിടെ ശ്വാസം മുട്ടൊക്കെ വന്നേ? എന്തൊരു പുച്ച, 2 ടൺ പുച്ച ഉണ്ട് ആവോല്. അതന്നെ ഞാനും ആലോചിക്കണേ. അന്ന് എനിക്ക് നെഞ്ചൊക്കെ അടഞ്ഞ് തണവനെ പ്രതിരോധിക്കാൻ മനസ്സിലായില്ലേ? അത് തോന്നലുകളാണ്. അയ്യോ ഗിയോ എന്ന് പറഞ്ഞിട്ടുള്ള അത് ആദ്യമായിട്ടാ പോണേ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടേ. എന്തൊരു തണവാന്നറിയോ? എന്തൊരു തണവാന്നറിയോ? നല്ല തണവ്, നല്ല കാറ്റുകൊണ്ട്, നല്ല ഇളം കാറ്റ്. നമുക്ക് നടന്ന് ഇവിടെ ഇങ്ങനെയുണ്ട് എന്തോരം നേരം നടന്നാലും മതിയായി. കയറ്റം മാത്രമേ പ്രശ്നമുള്ളൂ. അല്ല കയറ്റ കയറുമ്പോൾ ക്ഷീണം തോന്നുന്നില്ലേ അല്ലേ? ഒരു ചൂട് ചായ കിട്ടിയാൽ വഴിവെക്കലുണ്ടോ നോക്കാം. അല്ല ഇവിടെയുള്ള ആളുകളൊക്കെ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് നടക്കണം, തണുത്ത് സഹിക്കാൻ പറ്റണ്ടേ. നമ്മള് കൂളായിട്ട് നോക്കിയേ, അത് കയ്യൊക്കെ നോക്കി മഞ്ഞ കളറായി തേങ്ങ തണുത്തിട്ട്. കണ്ടാ കൊങ്ങിണിപ്പൂവാണ് നിറച്ച്. കൊങ്ങിണിപ്പൂ നിറയെ. ഇതാവും അമ്പലം. അതേ കണ്ട, ഇതാണ് അമ്പലം. എന്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോവാം. പോലീസ് സ്റ്റേഷന്റെ എക്സ്ട്രഷൻ കൗണ്ടറാണ്. പോലീസ് സ്റ്റേഷന്റെ എക്സ്ട്രഷൻ കൗണ്ടറല്ല, പോലീസ്. ഇവിടെയും പോലീസിന്റെ ഒരു ഔട്ട് പോസ്റ്റ് പറയില്ലേ. ഈ അമ്പലമാണ് പറഞ്ഞത്. കോവിൽ ഇതാണ് അമ്പലം കേട്ടോ, കുറിഞ്ഞാണ്ടവർ കോവിൽ. അയ്യോ മുല്ലപ്പൂവിന്റെ നല്ല മണം. മുല്ലപ്പൂവിന്റെ മണമാണ്, നല്ല മണം. കണ്ടോ എന്ത് നല്ല മണം നോക്കി. മുല്ലപ്പൂ അറിയാം, മുടിയില്ലാന്ന് മാത്രം അവര് പറയണ മുല്ലപ്പൂവിന്റെ നല്ല മണാന്ന്. പക്ഷെ മുടിയില്ല മുല്ലപ്പൂയ്ക്ക്. മുല്ലപ്പൂവിന്റെ നല്ല മണം ആള് പറയാ. ഇവിടെ ഇപ്പൊ മുളത്തിന് എത്ര വിലയുണ്ട്? 50 രൂപയാണ് മുളത്തിന് വില. ക്യാമറ സെൽഫോണൊക്കെ നോട്ട് അലൗഡാണ് ഉള്ളിൽ. അതുകൊണ്ട് ഞങ്ങൾ പോയി തൊഴുതിട്ട് തരാം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നടക്കണം കേട്ടോ. അവിടെ സരിതാ എന്തിട്ട് പാർക്ക് എന്ന് പറഞ്ഞ ചെട്ടിയാർ പാർക്കാ. അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഒരു പാർക്ക് പറഞ്ഞിട്ടാ ഈ ഇങ്ങനെ പുല്ലുകളൊക്കെ നല്ലപോലെ വെട്ടി. വേണ്ട കുറച്ച് നടന്ന് എവിടേക്ക് എത്തുന്നു. ചായ വാങ്ങിച്ചു തരൂ. ചായ വാങ്ങിച്ചല്ലോ. അങ്ങനെ പറഞ്ഞ വേറെ ഒന്നും വാങ്ങിച്ചില്ല, ചായ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. ചായ വാങ്ങിച്ചു തരുന്നുണ്ട്. സരിത നോക്കിയേ, ഇതെന്തുട്ടാ? ബെൽജിയം കൊക്കോ. എനിക്ക് ഈ ബെൽജിയത്തിന്റെ പേര് വരുമ്പോ എപ്പോഴും ഓർമ്മ വരുന്നത് അറിയോ? ശ്രീനിവാസനും ഈ ജഗതിയും ഒരു സിനിമയില്ലേ, ഈ കള്ളന്മാരായിട്ട് എന്നിട്ട് അതില് ഇങ്ങനെയായിട്ട് ഈ ഡയമണ്ട് ഇല്ലേ, ശ്രീനിവാസൻ ഒരു സ്വർണ്ണ ബെൽജിയം 30 AD അങ്ങനെ എന്തോ പറയും. ബെൽജിയം 30 AD എന്ന് പറഞ്ഞിട്ടുള്ള ഡയമണ്ട് ഉണ്ടോന്ന്
വന്നിട്ടുണ്ട് കടലിൽ ചോദിക്കുക തെർപ്പിയേടി അങ്ങനത്തെ ഒരു പേരാണ്. എപ്പോൾ ഈ ബെൽജിയത്തിന്റെ പേര് വരുമ്പോൾ അത് ഓർമ്മ വരും ഒരു ശരിക്കും. ഞാൻ വിചാരിച്ചു വല്ല ഫുട്ബോൾ ടീം അങ്ങനെ വല്ലതോ ഓർമ്മ വരുന്നേ. ഫുട്ബോൾ ടീം ഓർമ്മ വരും. അല്ല ബെൽജിയം എന്ന് പറഞ്ഞപ്പോൾ മെയിനായിട്ട് ബെൽജിയം ഈ ശ്രീനിവാസന്റെ സിനിമ ഓർമ്മ വരും. എന്നിട്ട് ശ്രീനിവാസൻ പറ്റിച്ച് ആ ഒറിജിനൽ ഡയമണ്ട് ആയിട്ട് മുങ്ങണതല്ലേ കഥ. ഒറിജിനൽ ഡയമണ്ട് ആയിട്ടല്ല, അതിന്റെ പൈസ, അതിന് പൈസ കണ്ടമാനം പൈസ ആയിട്ട് മുങ്ങും. അതന്നെ. എന്നിട്ട് അവരെ പറ്റിച്ചിട്ട് കാവ്യമാധവൻ അവരെ രണ്ടുപേരും പറ്റിച്ചിട്ട് ആ പൈസയായിട്ട് പോകും. അങ്ങനെ ഒരു കഥ. പക്ഷെ പടം വന്ന് അത്രയ്ക്കേണ്ട ഓടിയില്ല. ഇനി നമ്മള് എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല. ആരോട് ചോദിക്കേട്ടാ? ഇവിടെ അടുത്തുള്ള പാർക്ക്. വേണ്ട, ആ പാർക്കിന്റെ പേര് ചോദിക്കാം. അതൊന്നല്ല, അത് ഏതോ റിസോർട്ടിന്റെ പേരാ പറഞ്ഞു കേട്ടോ. ഇല്ല, അതൊന്നല്ലേ. നീ പറയാണ് ആരോടെങ്കിലും ചോദിക്കും ചേട്ടാ പാർക്കിന്റെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ആരോടെങ്കിലും ചോദിക്കാന്ന്. അങ്ങനെയല്ല, വേറെ എന്താണ് ചേട്ടൻ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടു. അതെ, ഇവിടെ പാർക്ക് ടൂർ വന്നതാണോ? ടൂർ വന്നതാണോ? ജോലിക്ക് വന്നതാ? ആ ശരി. അയ്യോ, ഒരാൾ ഓടി ക്യാമറ കണ്ടപ്പോഴേക്കില്ലേ. ഇവിടെ 3 പേര് നിൽക്കുന്നത് കണ്ടപ്പോ നിതിൻ കഷ്ടപ്പെട്ട് തമിഴ് അറിയാവുന്ന തമിഴൊക്കെ വെച്ചിട്ട് അവരോട് ചോദിച്ചു ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് അറിയാം, അത് എവിടെയാന്ന്. അപ്പൊ അവര് മലയാളത്തില് നിങ്ങൾ പറഞ്ഞേ, തമിഴില്. പിന്നെ എങ്ങനെ മനസ്സിലായ മലയാളികളാന്ന്? ആ ശരി. പിന്നെ ഞങ്ങള് മലയാളം പറഞ്ഞേട്ടപ്പോഴാ. എറണാകുളംകാരനാണ്, കോട്ടയംകാരനാണ്. ഒരു കോട്ടയംകാരനും കൂടി ഉണ്ടായിരുന്നു, ആള് പോയി. അപ്പൊ എത്ര നാളായി ഇപ്പൊ ഇവിടെ? 1 വർഷമായാ? ഞങ്ങളെ നിങ്ങളുടെ ഒരു ദിവസത്തെ ടൂറിന് 2 ദിവസത്തേക്ക് വെറുതെ കറങ്ങാൻ വന്നതാ. ശരിടാ. ശരി. അപ്പൊ നമ്മുടെ ചാനല് അജൂസ് വേൾഡ് 2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അജൂസ് വേൾഡ്. അപ്പൊ ശരി. അപ്പൊ പാർക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് കുട്ടി ഒരു കൊല്ലായ കാരണം അറിയാം. വെറുതെ ഇവന്റെ തമിഴ് വേഷാക്കിന്ന്. ആ തമിഴ് കേൾക്കാൻ പറ്റില്ല. എന്തൊരു ചോദിച്ചാടാ നീ? എങ്ങനെ ചോദിച്ചേ? ഇങ്ങ ഒരു പാർക്ക് ഇருக்கு എന്ന് കേട്ടിருக்கு. ഇങ്ങ ഏതാവത് ഒരു പാർക്ക് ഇருக்கு. ആ പാർക്ക് ഇതല്ലേ പാർക്ക്? കണ്ടു ജഗ്ഗോ അതിന്റെ ഭംഗി നോക്കിയ പൂവിന്റെ കണ്ടാ എന്തൊരു ഭംഗി നോക്കിയേ. കടലാസ് റോസ. പാർക്ക് ക്ലോസ് ആയി. നാളെ രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്യൂ. എവിടെയാ പാർക്ക്? എവിടെയാ? ഇതാണോ? അപ്പൊ അവിടെ വരെ ഗേറ്റിന്റെ അവിടെ വരെ പോയിട്ട് ചെട്ടിയാർ പാർക്ക് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, അതിമനോഹരമാണെന്ന് കൊണ്ടിട്ടാ കാണാൻ. ഭയങ്കര ആ പാർക്കിൽ ഈ പൂവ്. നീ എന്തൊരു വിചാരിച്ച? ഞാൻ റോഡിൽ അച്ഛൻ വിചാരിച്ചു ഇത് റോട്ടിൽ നിൽക്കണ പോവാന്ന്. ഭയങ്കര വിചാരിച്ച പോലെയല്ല. അപ്പൊ കാലത്ത് വരാം ചേട്ടാ. ഇത് നല്ല ഭംഗിയാന്ന് തോന്നുന്നുണ്ട്. 5 മണിക്ക് ക്ലോസ് ചെയ്തു. നല്ല ഭംഗിയാ പാർക്ക്. നോക്കിയേ കണ്ടാ. നാളെ വരാം 9 മണിക്ക്. കണ്ടാ കണ്ടാ പാർക്ക് കണ്ടു. അടിപൊളി പാർക്കാ. നാളെ വരാം. പ്രിയമുള്ളവരെ, അമ്പലവും പിന്നെ പാർക്കും ഇത് ഞങ്ങൾക്ക് കാണാനും നിങ്ങളെ കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തണുപ്പും ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ ഇത്രയും ദൂരം നടന്നു വന്നത്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. ഓക്കെ പോട്ടെ. പാർക്കിൽ ചെന്നപ്പോൾ പാർക്ക് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2 പരിപാടിയും ഇന്ന് വിചാരിച്ച 2 പരിപാടിയും കുളമായി. പക്ഷെ പോകുമ്പോൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെങ്കിലും നടക്കട്ടെ വെച്ചിട്ട് ഞങ്ങളിത് ഇവിടെ ചായ കുടിക്കാൻ വന്നേക്കാണ്. അതെ, ഇവിടത്തെ ഷോപ്പിലത്തെ ചേട്ടൻ അണ്ണൻ, ഇവിടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, പിന്നെ ഒരു അണ്ണനും ഉണ്ട്. അപ്പോൾ ആ അണ്ണൻ നമ്മളെവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് കേരളത്തിനെ കുറിച്ചിട്ട് ആൾ പെട്ടെന്ന് വാചാലനായി. ആൾക്ക് പറഞ്ഞിട്ടും നിർത്താൻ പറ്റണില്ല. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കേൾക്കണം എന്ന് തോന്നി. നമ്മൾ മലയാളികൾക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ വരുന്നൊരു സാധനമാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ആളെ കൊണ്ട് ഒരു വട്ടം കൂടി ഇത് പറയിപ്പിക്കാൻ പോവാണ് കേട്ടാ. മൈക്ക് വെച്ച് കൊടുക്കട്ടെ കേട്ടാ. മൈക്ക് വെച്ച് തരട്ടെ.
താടിയാണല്ലോ ആകെ. കേക്കോ സൗണ്ട്? ആ ശരി പറഞ്ഞോളൂ. முதல் நம்ம கேரளா பிடிக்கும், தமிழ்நாடு பிடிக்கும், நம்ம கேரளா பிடிக்கும் ரொம்ப பார்க்கறதுக்கு. ஏன்னா அங்கே பீஸ்ஃபுல்லாக இருக்கும். கேரளா போனால் குருவாயூர், திருச்சூர், பாலக்காடு நல்ல பீஸ்ஃபுல்லான நாள், நல்லா படித்தாளுங்க. அங்கே நல்லா இருக்கும். ஒன்று தமிழ்நாட்டில் வாழணும், இல்லைன்னா கேரளாவில் வாழணும். അതാണ് ആഗ്രഹം, അതാണ് ഇഷ്ടം. ஆமாம், அதான் இஷ்டம். அங்கே டெம்பிள் ரொம்ப இதெல்லாம் ரொம்ப பீஸ்ஃபுல்லாக இருக்கும். இங்கே நல்ல மக்கள். தமிழ்நாட்டில் அதே பார்த்தீங்கன்னா இங்கெல்லாம் யாரும் பசி இல்லாமல் இருக்க மாட்டாங்க. எங்கே போனாலுமே நம்ம சாப்பிட்லாம், யார்கிட்ட வேணாலும் போய் சாப்பிட்டுக்கலாம். இங்கே எல்லாம் வந்து ஒரு யாராவது ஒருத்தர் கஷ்டம்னு யாருமே கிடையாது தமிழ்நாட்டில். കേരളവും നല്ല ரொம்ப ഇഷ്ടം. കേട്ടില്ലേ? അടിപൊളി അഭിപ്രായം. ആൾക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടാണ്, അത് കഴിഞ്ഞ ഇഷ്ടം കേരളമാണെന്ന്. ഒന്നുകിൽ തമിഴ്നാട്ടിൽ ജീവിക്കണം, അതല്ലെങ്കിൽ പിന്നെ കേരളം മതി. താങ്ക് യു. ഓ താടി അടക്കാം. നീ കാപ്പി പിടിച്ചോ. ഇല്ല, ഞാൻ അത് വേണ്ട, അത് പറയണ്ട. ചേട്ടനെ കൊണ്ട് തോറ്റ് തേമേ ചിരിപ്പിച്ച് മനുഷ്യന് തലവേദന എടുത്തു തുടങ്ങി. ഓ നീ കേട്ടില്ലേ? കേക്കണ്ട നീ കേക്കണ്ട. ആ അപ്പൊ അത് പറഞ്ഞോ, ഒന്നുകൂടി പറഞ്ഞോ. അതെ, സംസാരിച്ച ആളില്ലേ ചേട്ടൻ, അതാണ് ആളുടെ കട. അത് ഞാൻ പറഞ്ഞേ, അത് ആളുടെ ഷാപ്പ് എന്ന് പറഞ്ഞു, ഷോപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങോട്ട് വരാം, ഒരു മിനിറ്റ് വരാം. ഇതൊന്നും കുടിച്ചില്ല. ആ ജഗ്ഗു നോക്കി, ഇവിടെ ഒരു പട്ടി ഭയങ്കര ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് അതിന് മനസ്സിലായി. കണ്ട, അതവിടെ നിന്ന് ഇരിക്കണോടത്ത് എണീറ്റ് വന്നു. അച്ചടാ പാവം, ദേടാ വരുന്നു നിന്റെ അടുത്തേക്ക്. നീ അല്ലേ പറഞ്ഞ അത് ബിസ്ക്കറ്റ് തിന്നാവൂന്ന്? അയ്യോ എടുക്കാനും കിട്ടില്ലേ. കേരളത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ അണ്ണൻ്റെ ഷോപ്പൊന്നും നമുക്ക് വെറുതെ കയറി കാണാം. കരകൗശല വസ്തുക്കളൊക്കെയാണ്. കിട്ടില്ലേ? അടിപൊളി ഫോൺ. എനിക്ക് ഇത് ഇങ്ങനത്തെ ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടും കുറെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തിരിക്കണം ഫോൺ. അറിയോ? 9450 രൂപ. പക്ഷെ എനിക്കിതിൽ കോള് വിളിച്ചാൽ കിട്ടണം, അല്ലാണ്ട് വെറുതെ കൊണ്ടാക്കാനല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്തിട്ട് ചരക്ക് 550 രൂപ. കടയിൽ നിന്ന് പോന്നിട്ട് ആളെ കടയിൽ വലിയ ഷോപ്പാണ് കേട്ടാ. കൊടൈക്കനാൽ ഒന്ന് കാണാൻ പറ്റും. ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. അങ്ങോട്ട് പോവാ, അവിടെ നിന്ന് അപ്പുറത്തേക്ക് കണ്ട് നോക്കി നോക്കാം നമുക്ക്. വേണ്ട ചേട്ടാ. ഇതാണ് വ്യൂ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് അല്ല, അവിടെ നോക്കി നോക്കാൻ നമുക്ക് വലുതും കാണണ്ടോന്ന്. ഇവിടെ ഇല്ല, ആ റോട്ടിലൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് നോക്കി നോക്കാന്ന്. ജസ്റ്റ് വെറുതെ ചുമ്മാ നോക്ക. ആ കണ്ട, നല്ല ഭംഗിയിലാണ്. വെട്ടിത്തിളങ്ങുന്നു, ഇങ്ങനെ തിളങ്ങുന്നു. കണ്ട അതിന്റെ തിളക്കത്തിനുണ്ട് ഒരു ഭംഗി. ആ യെസ്, ഗ്ലിറ്റർ പോലെ. അതെടുക്കും, അത് സ്ഥിരമാണ്. അയ്യോ, നേരത്തെ പോലെയല്ല, വലിയ തണുപ്പൊന്നും തോന്നി തുടങ്ങില്ല. ഇപ്പോൾ ഒരു സമയം ഒരു 8:30 വിശപ്പ് തുടങ്ങി. പക്ഷെ അതിൻ്റെ 9 മണി തണുപ്പ് 17, 16, 15 താഴ്ന്നു. അപ്പോൾ ഞാനിതെടുത്തിട്ടു. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയ ചേച്ചിയും രമേശ് ഏട്ടനും കൂടിയിട്ട് നമ്മളെ കോടൈ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ വലിയ ഹോട്ടലിലേക്കൊക്കെയാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഡിന്നർ ഇന്ന് അവരുടെ വക, നമ്മളവരുടെ ഗസ്റ്റ് ആയതുകൊണ്ട് അവരുടെ വക ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞേക്കണേ. അതല്ല, അവരുടെ വീട്ടിൽ TV കിട്ടും. ചേട്ടൻ ഇവിടെ ക്രിക്കറ്റ് കളി നടക്കണ പോലെ പറയണേ. ഔട്ട്ഡോർ ആണോ ഫുഡ്? ആ നല്ല രസമാണല്ലോ ഇവിടെ, നല്ല വൈബാണ്. ആ ഇത് ഹോട്ടലേ കണ്ടമാനം ഏരിയുണ്ട്. അവിടെ അതേ പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. നോക്കിയാ ചിരിക്കും.